നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 36-ാം തിരുലിഖിതം. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ എന്നരുളി ചെയ്ത രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് കുട്ടികളെ കൊല്ലരുത് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വംശങ്ങളിലും നമ്മുടെ തലമുറകളിലും ആയിരക്കണക്കിന് തലമുറകളിൽ അനുഗ്രഹം കൊണ്ടുവരുന്ന ഒരു വലിയ സൽകൃത്യമാണ് കുഞ്ഞുങ്ങളെ ജനിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുഴ ഒഴുകി ഒഴുകി വിശുദ്ധീകരിക്കപ്പെടുന്നു. അതുപോലെ വിവാഹിതരാകുന്ന ഒരു പുരുഷനും സ്ത്രീയും ഒരു ഭർത്താവും ഭാര്യയും അപ്പനായി അമ്മയായി കുഞ്ഞുങ്ങളെ വളർത്തി കുടുംബജീവിതം നയിച്ച് അവർ വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ വലിയൊരു കൃപയുടെ മേഖലയാണ് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചുള്ള കുടുംബ ജീവിതത്തിൻ്റെ മണ്ഡലം. യുവജന മതബോധന ഗ്രന്ഥത്തിൽ 368-ാം ഖണ്ഡികയിൽ മാർപ്പാപ്പ പഠിപ്പിക്കുകയാണ്, ബന്ധങ്ങളിൽ ജീവിക്കുന്നതിൻ്റെ അനന്യമായ വിദ്യാലയമാണ് കുടുംബം. ബന്ധങ്ങളിൽ ജീവിക്കുക. അപ്പൻ അമ്മ മക്കൾ, വല്യപ്പൻ വല്യമ്മ മക്കള് മക്കളുടെ മക്കള്, ഈ ഒരു ബന്ധങ്ങളിൽ ജീവിക്കുന്നതിൻ്റെ ഒരു സുഖം, ബന്ധങ്ങളിൽ ജീവിക്കുന്നതിലൊരു വിശുദ്ധി, ബന്ധങ്ങളിൽ ജീവിക്കുന്നതിലുള്ള സ്വർഗത്തിലെ പ്രതിഫലം, അതിൻ്റെ ഒരു ഇടമാണ് കുടുംബമെന്ന് ഇതാ നമ്മുടെ അമ്മയായ സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ്. അതിനുവേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേൾക്കുകയും സഭയുടെ പ്രബോധനങ്ങൾ സ്വീകരിക്കുകയും യേശുവിൻ്റെ നാമത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ അവിടെ സ്വർഗത്തിൻ്റെ അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ തന്നെ കർത്താവ് വർഷിക്കുന്നുണ്ട്. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ വ്യക്തി വരാപ്പുഴയിൽ നിന്നാണ് ഈ അനുഭവം എഴുതി അറിയിക്കുന്നത്. എൻ്റെ പേര് ഷിബു, എൻ്റെ വീട് വരാപ്പുഴ. 27 വർഷങ്ങൾക്ക് മുമ്പ് കറണ്ട് ഷോക്ക് അടിച്ചത് നിമിത്തം എൻ്റെ വിരൽ പഴുക്കുവാൻ തുടങ്ങി. ഡോക്ടറെ പലതവണ കാണിച്ചു. വിരൽ കീറി ഓപ്പറേറ്റ് ചെയ്ത് ഇത് നീക്കം ചെയ്യാതെ ഇതിന് സൗഖ്യമില്ല എന്ന് ഡോക്ടർ വിധി എഴുതി. അങ്ങനെ അവസാനമായി 2011 സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ടെലിവിഷനിലൂടെ അഭിഷേകാഗ്നി എന്ന പേരിൽ അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, യേശുവേ എന്നെ സുഖപ്പെടുത്തണമേ. എൻ്റെ വിരൽ പഴുത്തത് മൂലം ഞാൻ കഠിനമായ വേദന അനുഭവിക്കുന്നൊരു കാലഘട്ടമായിരുന്നു അത്. ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാതെ രാത്രി മുഴുവൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. വിരൽ പഴുത്ത് വികൃതമായിരുന്നതിനാൽ ആളുകളെയും കാണിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. അങ്ങനെ TV-യുടെ മുമ്പിലിരുന്ന് അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോട് കൂടെ കരഞ്ഞു പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ എൻ്റെ വിരൽ പൂർണ്ണമായും സൗഖ്യപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഉടനെ ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് ഓടി. ഡോക്ടർ അത്ഭുതപ്പെട്ടു. ഇത് സത്യമായും ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഡോക്ടർ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. കർത്താവിന് 1000 നന്ദി സ്തുതിയും അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കുക, വചനം പ്രഖ്യാപിച്ചു കൊണ്ടിരുന്ന സമയത്ത്
വീട്ടിലിരുന്ന് യേശുവേ എന്ന് വിളിച്ചപ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പിതാവായ ദൈവം യേശുവിൻ്റെ നാമത്തിൽ ആ രോഗിയെ സുഖപ്പെടുത്തി. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തുക. ഇപ്പോൾ ഓരോരുത്തരായിരിക്കുന്ന കുടുംബങ്ങൾ, സ്ഥാപനങ്ങൾ ദൈവകൃപയുടെ അത്ഭുത അഭിഷേകം കൊണ്ട് നിറയട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകനെ, മകളെ, ശബ്ദമുയർത്തി സ്തുതിക്കുക, കരങ്ങൾ ഉയർത്തുക. നാണിക്കരുത്, ലജ്ജിക്കരുത്. യേശുവിൻ്റെ നാമത്തിലല്ലേ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ഇത് ദേവാലയം പോലെ, കുടുംബവും ദേവാലയം പോലെ ദൈവ ആരാധന ഇടമല്ലേ? അവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കണ്ടേ? ഇപ്പോൾ കർത്താവിനെ ആരാധിക്കാൻ ഇത് ഒരു അഭിഷേകം തുറക്കുകയാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബാലികാബാലന്മാർ, വിദ്യാർത്ഥിനികൾ, യുവാക്കന്മാർ, കുടുംബനാഥന്മാർ, കുടുംബനാഥകൾ, കുടുംബാംഗങ്ങൾ, സ്ഥാപനത്തിലെ അധികാരികൾ, എല്ലാവരുടെ മേൽ കൃപ നിറയ്ക്കണമേ, അഭിഷേകം നിറയ്ക്കണമേ, ഉണർവ് നൽകണമേ, തീഷ്ണത നൽകണമേ. പ്രാർത്ഥനയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കാനുള്ള ഉണർവിൻ്റെ അഭിഷേകം ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. ഹല്ലേലൂയ. ആരാധന. യേശുവേ, അഭിഷേകം നിറയ്ക്കണമേ. മന്ദത മാറട്ടെ, മരവിപ്പ് മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ. വചനം കേൾക്കുമ്പോൾ ഉറക്കം വരുന്ന അവസ്ഥകൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുറപ്പാടിൻ്റെ ഗ്രന്ഥത്തിൽ 1-ാം അധ്യായത്തിൽ 15 മുതൽ 17 വരെ തിരുലിഖിതങ്ങളിൽ ഒരു രംഗം ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈജിപ്ത് രാജാവായ ഫറവോ, അവരുടെ രാജ്യത്ത് ഇസ്രായേൽ ജനം വർഷം തോറും വർദ്ധിച്ച് വന്ന് ഈജിപ്തുകാരേക്കാൾ കൂടുതൽ ഇസ്രായേൽ ജനം ആകുന്നൊരു സ്ഥിതിവിശേഷം കണ്ടപ്പോൾ ഈ ഇസ്രായേൽക്കാരുടെ വംശവർദ്ധനവ് തടയാൻ ഒരു കുതന്ത്രം, ഒരു കുരുട്ട് ബുദ്ധി അവൻ ആലോചിച്ച് ആ കുരുട്ടുബുദ്ധി അവൻ നടപ്പാക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണ്. അതാണ് 1-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. ഈജിപ്ത് രാജാവ് ഫിഷ്റ, പൂവ എന്ന് പേരായ 2 ഹെബ്രായ സൂതികർമ്മിണികളോട് പറഞ്ഞു, നിങ്ങൾ ഹെബ്രായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ നൽകുമ്പോൾ ശ്രദ്ധിക്കുവിൻ. പിറക്കുന്നത് ആൺകുട്ടിയെങ്കിൽ അവനെ വധിച്ചു കളയണം, പെൺകുട്ടിയെങ്കിൽ ജീവിച്ചു കൊള്ളട്ടെ. എന്നാൽ ആ സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതിനാൽ രാജാവ് പറഞ്ഞതുപോലെ ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. രാജാവ് എന്താ പറഞ്ഞത്? ഇതാ പ്രസവിക്കുമ്പോൾ ആൺകുട്ടികളാണെങ്കിൽ അപ്പം തന്നെ അതിനെ കൊന്നുകളയണം. എന്നാൽ ആ സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരാകയാൽ അവർ അങ്ങനെ ചെയ്തില്ല. ആ ഹെബ്രായ സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരാകയാൽ അങ്ങനെ ചെയ്തില്ല. എന്താ കാരണം? ഞാൻ ഈ കുട്ടികളെ കൊന്നാൽ ദൈവസന്നിധിയിൽ അത് നിരക്കാത്ത പ്രവൃത്തിയാണ് എന്ന് അവരുടെ ഉള്ളിൽ അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. ദൈവം ഇത് അംഗീകരിക്കുന്നില്ല എന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അവരുടെ രാജാവ് അത് ചെയ്യാൻ പറഞ്ഞു, പക്ഷേ ദൈവം അംഗീകരിക്കാത്ത പ്രവൃത്തിയായതുകൊണ്ട് ഞങ്ങൾ ചെയ്യുകയില്ല എന്ന് അവർ ഹൃദയം കൊണ്ട് തീരുമാനമെടുത്തു. എന്നാൽ ഇന്നത്തെ കുടുംബങ്ങളുടെ സ്ഥിതി എന്താ? ഈ കുഞ്ഞുങ്ങളെ ഉദരത്തിലിട്ട് കൊല്ലുന്നത് ഇത് ശരിയല്ലെന്നും ദൈവം അംഗീകരിക്കാത്ത പ്രവൃത്തിയാണെന്നും അവർക്ക് അറിയാൻ പാടില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകം കുടുംബങ്ങളിൽ ലോകത്തിൻ്റെ ഒരു കൾച്ചർ, ലോകത്തിൻ്റെ ഒരു ഉപദേശം, ഈ ഫറവോ കൊടുത്തതുപോലൊരു ഉപദേശം ഇന്ന് ലോകം കൊടുത്തിരിക്കുകയാണ്. നമുക്ക് നല്ല വീടുണ്ടാകാൻ, നമുക്ക് നല്ല ഭാവി ഉണ്ടാകാൻ, നമുക്ക് നല്ല സൗന്ദര്യം ഉണ്ടാകാൻ, നമുക്ക് നല്ല റോഡുണ്ടാകാൻ, നമുക്ക് നന്നായി ജീവിക്കാൻ ഈ കുട്ടികളെ കൊന്നുകളയണം, അധികമായി വരുന്ന കുട്ടികളെ കൊന്നുകളയണം എന്ന് അന്ന് ഫറവോ കൊടുത്തതുപോലൊരു ഉപദേശം ഇന്ന് ലോകം കൊടുത്തിരിക്കുകയാണ്. ഇന്ന് ഈ ഒരു കാര്യത്തിൻ്റെ കൃത്യത അനേകം സഹോദരന്മാർക്ക് വ്യക്തമായി അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള പാപങ്ങളിൽ വീഴുന്ന കുടുംബങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ദൈവവചനപ്രകാരം വ്യക്തമായി ഒന്ന് പഠിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിൽ അനേക വചനങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നൽകാൻ വേണ്ടി നൽകപ്പെട്ടിട്ടുണ്ട്. ഈ വചനങ്ങളെല്ലാം ക്രോഡീകരിച്ച് സഭ തൻ്റെ ഔദ്യോഗിക പ്രബോധന ഗ്രന്ഥങ്ങളിൽ ഉപദേശങ്ങളായി, സത്യവേദ ഉപദേശങ്ങളായി നമുക്ക് ദൈവവചനത്തിൻ്റെ സാരാംശങ്ങൾ ഉപദേശ രൂപത്തിൽ നൽകിയിട്ടുണ്ട്.
അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് യുവജന മതബോധന ഗ്രന്ഥത്തിൽ 418 ഖണ്ഡിക, യു കാറ്റിലെ 418 ഖണ്ഡിക. വിവാഹ ജീവിതത്തിൽ ശിശുവിനുള്ള പ്രാധാന്യം എന്ത്? ഇതാണ് ചോദ്യം. അതിന് ഉത്തരം സഭ നൽകുന്ന ഇങ്ങനെയാണ്: ശിശു ഒരു സൃഷ്ടിയാണ്, ദൈവത്തിൽ നിന്നുള്ള ദാനവുമാണവൻ, ദൈവത്തിൻ്റെ ഒരു സമ്മാനം. അത് ലോകത്തിലേക്ക് അതിൻ്റെ മാതാപിതാക്കളുടെ സ്നേഹത്തിലൂടെ വരുന്നു. സ്നേഹം ശിശുവിൽ തുറക്കുന്നു. ഗർഭസ്ഥനാവുകയും ജനിക്കുകയും ചെയ്യുന്ന ഒരു ശിശു നിർമ്മിക്കപ്പെട്ട ഒരു വസ്തുവല്ല. അതിൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ജീനുകളുടെ സമാഹാരവുമല്ല. ദൈവത്തിൻ്റെ തികച്ചും നവീനവും അനന്യവുമായ ഒരു സൃഷ്ടിയാണവൻ. സ്വന്തം ആത്മാവ് അവനുണ്ട്. അതുകൊണ്ട് ശിശു മാതാപിതാക്കളുടെ സ്വന്തമല്ല, അവരുടെ ഒരു വസ്തുവകയുമല്ല. ശിശു മാതാപിതാക്കളുടെ പ്രൈവറ്റ് സ്വത്തല്ല, അത് അവരുടെ ഒരു വസ്തുവകയുമല്ല. പഴകിയ വസ്ത്രമെടുത്ത് കളയുന്നത് പോലെയോ വീട്ടിലെ ചില പഴയ വാഷിംഗ് മെഷീനോ തേപ്പ് കൊട്ടിയോ എടുത്ത് വേസ്റ്റ് ബോക്സിലേക്ക് കൊടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ പഴയ ഇരുമ്പ് പാത്രക്കാർ കൊടുക്കുന്നത് പോലെയോ അങ്ങനെ ലാഘവ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വസ്തുവല്ല കുടുംബത്തിലേക്ക് ദൈവം തരുന്ന ശിശു. അത് തികച്ചും ദൈവത്തിൻ്റെതാണ്. അവൻ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. അവന് ഒരു ആത്മാവുണ്ട്. ഇത് ദൈവവചനപ്രകാരം സഭ ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദോണും വീത്തെ എന്ന പ്രമാണരേഖയിൽ ഇതാ സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുകയാണ്: ഗർഭസ്ഥ അവസ്ഥയുടെ ആരംഭ നിമിഷം മുതൽ ഒരു വ്യക്തി എന്ന നിലയിൽ ആദരിക്കപ്പെടാനുള്ള അവകാശം ശിശുവിനുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതത്തിൽ ഈ കാര്യം വളരെ വ്യക്തമായി ദൈവമക്കളെ പഠിപ്പിക്കുന്നില്ലേ? ജെറമിയ പ്രവചനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 4ഉം 5ഉം തിരുലിഖിതങ്ങൾ: കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം അറിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ അവസ്ഥയുടെ ആദ്യ നിമിഷം മുതൽ അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അവൻ ആത്മാവുണ്ട്. അതുകൊണ്ട് അവനെ ഒരു മനുഷ്യ വ്യക്തിയായി കണക്കാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗർഭസ്ഥ അവസ്ഥയുടെ ആദ്യ നിമിഷം മുതൽ അവനെ ഒരു മനുഷ്യ വ്യക്തിയായി കണക്കാക്കണം. ചില ആളുകൾ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്: ഗർഭസ്ഥാവസ്ഥയായിട്ട് ഒരാഴ്ചയേ ഉള്ളൂ, 2 ആഴ്ചയേ ഉള്ളൂ, അല്ലെങ്കിൽ 1 മാസമായുള്ളൂ, ഇപ്പം കളഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, ഒരു 6 മാസമൊക്കെ ആയിട്ട് അബോർഷൻ ചെയ്താൽ അതാണ് തെറ്റ്, ആദ്യത്തെ 1 മാസമായതൊന്നും കുഴപ്പമില്ല, ഇപ്പം പോയി കളയാം എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സഭ എന്താണ് പഠിപ്പിക്കുന്നത്? യുവജന മതബോധന ഗ്രന്ഥത്തിൽ 383-ാം ഖണ്ഡികയിൽ ഇതിനെക്കുറിച്ച് സഭ വ്യക്തമായി നിർദ്ദേശം നൽകുന്നുണ്ട്. ഭ്രൂണത്തിൻ്റെ വികസനത്തിൻ്റെ ഏത് ഘട്ടത്തിലും ഗർഭഛിദ്രം നടത്തുന്നത് അംഗീകരിക്കാനാവാത്ത ഒരു തെറ്റാണ്. ദൈവദത്തമായ ജീവൻ ദൈവത്തിൻ്റെ തന്നെ സ്വത്താണ്. അത് അസ്തിത്വത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ പരിശുദ്ധമാണ്. ഒരു മനുഷ്യജീവിയുടെയും നിയന്ത്രണത്തിന് അത് വിധേയവുമല്ല. 139-ാം സങ്കീർത്തനം 15-ഉം 16-ഉം തിരുലിഖിതങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ്: ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടുവല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവൻ്റെ ആദ്യ നിമിഷം മുതൽ ദൈവം നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ മേൽ പ്രത്യേക അഭിഷേകങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ദൈവം എന്നെ അറിയുന്നു. വീണ്ടും സഭ പഠിപ്പിക്കുകയാണ്: ദൈവം മാത്രമാണ് ജീവൻ്റെയും മരണത്തിൻ്റെയും കർത്താവ്. എൻ്റെ ജീവൻ പോലും എൻ്റെ സ്വന്തമല്ല. ഓരോ ശിശുവിനും ഗർഭത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ ജീവിക്കാൻ അവകാശമുണ്ട്. ഒരു
അവൻ്റെ അവകാശങ്ങൾ ആർക്കും, രാഷ്ട്രത്തിനോ ഡോക്ടർമാർക്കോ അവൻ്റെ അമ്മയ്ക്ക് പോലുമോ ലംഘിക്കാൻ അവകാശമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് ദിഡാക്കെ എന്ന് പറയുന്ന പഴയ കാല ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഗർഭചിത്രം വഴി നീ ഭ്രൂണത്തെ വധിക്കരുത്, നവജാത ശിശുവിൻ്റെ നാശത്തിന് കാരണമാകുകയും അരുത്. നീ ദൈവഭയത്തോടെ ജീവിക്കണം. ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണത്. വീണ്ടും ഈ പ്രബോധന ഗ്രന്ഥത്തിൽ 3-ാം നൂറ്റാണ്ടിലെ ഒരു വലിയ പ്രബോധനം കൊടുത്തിട്ടുണ്ട്. ക്രൈസ്തവർ മറ്റുള്ളവരെ പോലെ വിവാഹം ചെയ്യുന്നു, അവർക്ക് കുട്ടികളുണ്ടായിരിക്കും, പക്ഷേ അവർ നവജാത ശിശുക്കളെ വെളിയിൽ ഉപേക്ഷിക്കുകയില്ല. ഇത് ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ്. ഒരു മനുഷ്യനും അത് ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യനും അത് ചെയ്യാൻ ദൈവം അനുവദിക്കുന്നില്ല. ശിശുക്കളെ സ്നേഹിക്കണം, ഉദര ശിശുക്കളെ സ്നേഹിക്കണം, ഗർഭസ്ഥ ശിശുവിനെ ആരംഭ നിമിഷം മുതൽ സ്നേഹിക്കണം. അതിനെ കൊല്ലരുത്, അബോർഷൻ ചെയ്യരുത്. അത് കർത്താവ് നിരോധിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ചില കുടുംബത്തിൽ ഒരു സംശയമുണ്ട്, ആത്മാർത്ഥമായവർ ചോദിക്കുന്നതാണ്, അച്ഛാ കുട്ടിക്ക് കൈയില്ല, കുട്ടിക്ക് കാലില്ല, അംഗവൈകല്യമുള്ള കുട്ടികളാണ്, ഈ കുട്ടിയെ ജീവിക്കാൻ അനുവദിക്കുന്ന ഡോക്ടർ പറയണത് അത് ഗർഭത്തിൽ വെച്ച് തന്നെ കൊന്നു കളയുക, നല്ല ആരോഗ്യമുള്ള കുട്ടി അടുത്തത് വരും, ഇതിനെ കൊന്നു കളയുക. അതിന് നമുക്ക് അനുവാദം ഉണ്ടാച്ചാ? സിൻസിയറായി ഒരുപാട് പേരുടെ സംശയമാണ്. അതിനെക്കുറിച്ച് എന്താണ് സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നത്? 384-ാം ഖണ്ഡിക, യുവജന മതബോധന ഗ്രന്ഥത്തിൽ 384-ാം ഖണ്ഡിക, അംഗവൈകല്യമുള്ള ഒരു ശിശുവിനെ ഗർഭചിത്രം വഴി കൊന്നുകളയാമോ? ഇല്ല. അംഗവൈകല്യമുള്ള ശിശുവിനെ അലസിപ്പിച്ച് കളയുന്നത് എപ്പോഴും ഗൗരവാവഹമായ കുറ്റകൃത്യമാണ്. പിന്നീടുണ്ടാകാവുന്ന സഹനത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്താൽ പോലും അപ്രകാരമുള്ളവ കുറ്റകൃത്യങ്ങൾ തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവം തരുന്ന ഈ സമ്മാനം ഏതവസ്ഥയിലുള്ളതാണെങ്കിലും ആ അവസ്ഥയിൽ സ്വീകരിക്കുക. അത് ദൈവത്തിന് മുമ്പിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു അടിസ്ഥാന മാന്യതയല്ലേ? ഇപ്പം നിങ്ങൾ സ്റ്റേജിലേക്ക് വിളിച്ച് സമ്മാനം തരികയാണ്. സ്റ്റേജിലേക്ക് വിളിച്ച് സമ്മാനം തരുമ്പോൾ അത് അപ്പുറത്ത് കൊടുത്ത ആൾക്ക് കൊടുത്തതുപോലെ അതേ ഷേപ്പിലുള്ളതല്ല കിട്ടിയത്. എനിക്ക് കിട്ടിയ സമ്മാനത്തിൻ്റെ ഷേപ്പ് വേറെയാണ് എന്ന് പറഞ്ഞ് സ്റ്റേജിൽ വെച്ച് തന്നെ അത് വലിച്ചെറിഞ്ഞിട്ട് പോരുന്ന ഒരു പ്രവൃത്തിയാണ് ആ സമ്മാനം സ്വീകരിക്കുന്ന കുട്ടി ചെയ്യുന്നതെങ്കിൽ ആ കുട്ടി സമൂഹത്തിന് നിരക്കുന്ന പ്രവൃത്തിയാണോ ചെയ്യുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് സമ്മാനം കിട്ടിയാലും സന്തോഷത്തോടെ സ്വീകരിക്കുക, മഹത്വപ്പെടുത്തി സന്തോഷിക്കുക. അതുവഴി ദൈവം ഒരു നന്മ ഉദ്ദേശിക്കുന്നുണ്ട്. അതുവഴി ലോകത്തിൻ്റെ ഗതി തിരിച്ചുവിടാൻ ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നല്ല ആരോഗ്യം, നല്ല കൈയും നല്ല കാലും നല്ല ബുദ്ധിയുള്ളവരോട് മാത്രമേ ലോകം മുമ്പോട്ട് പോകൂ എന്നെവിടെയെങ്കിലും പറഞ്ഞു വച്ചിട്ടുണ്ടോ? ദൈവത്തിന് ഈ ലോകത്തിന് ഗതിയെ നിർണ്ണയിക്കാൻ ആ വ്യക്തി കൂടി ആവശ്യമായതുകൊണ്ടാണ് ദൈവം ആ വ്യക്തിയെ ഈ ലോകത്തിന് ഒരു സമ്മാനമായി അയക്കുന്നത്. അതുകൊണ്ട് അംഗവൈകല്യമുണ്ടെന്നൊരൊറ്റ പേരിൽ കുട്ടികളെ ഗർഭത്തിൽ വെച്ച് നശിപ്പിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിക്കുന്നില്ല. ഇതാ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ തൻ്റെ ദൈവിക ജ്ഞാനത്തിൽ ഒരു പ്രബോധനം നൽകുകയാണ്. ഗർഭസ്ഥ ശിശുവിൽ കണ്ടെത്തുന്ന അംഗവൈകല്യം ഗർഭഛിദ്രത്തിനുള്ള കാരണമായിരിക്കാനാവുകയില്ല. എന്തെന്നാൽ അത്തരം ഒരു വൈകല്യത്തോടെയുള്ള ജീവനും ദൈവം ആഗ്രഹിച്ചതും വിലമതിക്കുന്നതുമാണ്. ലോകത്തിൽ ശാരീരികമോ ആത്മീയമോ ആയ പരിമിതികൾ കൂടാതെ ജീവിക്കാമെന്ന് ഭൂമിയിൽ ഒരു വ്യക്തിക്കും തീർച്ചയില്ല. ഒന്നുകിൽ ആത്മീയമായ പരിമിതി അല്ലെങ്കിൽ ശാരീരികമായ പരിമിതി, ഇത് ജനനാവസ്ഥയിലോ ജനനശേഷമോ വരാം. അതുകൊണ്ട് ആ വ്യക്തിക്കും ജീവിക്കാൻ അനുവാദമുണ്ട്, അവകാശമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ചില കുടുംബത്തിലൊരു സംശയം. അവർ ചോദിക്കുകയാണ്, അങ്ങനെ കുട്ടികളെ കൊല്ലാതിരുന്നാൽ ഈ കുട്ടികളെല്ലാം ജനിച്ചാൽ കുറേ കുട്ടികളാകുകയില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഒരു കുടുംബത്തിൽ, ഒരു ക്രിസ്ത്യാനിയുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ കുടുംബത്തിൽ എത്ര കുട്ടികളാകാം? ഇതാണ് ചില കുടുംബത്തിലെ ആത്മാർത്ഥമായ സംശയം. അതിനെക്കുറിച്ച് സഭ ചില പ്രബോധനം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു വിശ്വാസിക്ക്
ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കാൻ ദൈവവചനം അനുവാദം നൽകുന്നില്ല. ലോകത്തോട് കൂടിക്കലർന്ന് കുറേ ലോകത്തിൻ്റെ ഉപദേശം, കുറേ വചനത്തിൻ്റെ ഉപദേശം ഇങ്ങനെ കൂടിക്കലർന്ന് പോകരുത്. ദൈവവചനത്തിൽ അടിയുറച്ചൊരു ജീവിതത്തിൽ അഭിമാനം കൊള്ളണം. ഇതാ ദൈവവചന പ്രകാരം നമ്മുടെ അമ്മയായ സഭ ഈ കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. 419 ഖണ്ഡികയിലാണ് അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അത് പറയുന്നത് ഇങ്ങനെയാണ്: ക്രൈസ്തവ ദമ്പതികൾക്ക് എത്ര കുട്ടികളാകാം? ഉത്തരം സഭ നൽകുകയാണ്. എത്രമാത്രം കുട്ടികളെ ദൈവം നൽകുന്നുവോ, എത്രമാത്രം കുട്ടികളുടെ ഉത്തരവാദിത്വം വഹിക്കാൻ കഴിയുമോ, അത്രമാത്രം കുട്ടികൾ ക്രൈസ്തവ ദമ്പതികൾക്ക് ഉണ്ടായിരിക്കും. ദൈവം അയക്കുന്ന എല്ലാ കുട്ടികളും ഒരു കൃപയും മഹത്തായ ഒരു അനുഗ്രഹവുമാണ്. ഒരു പക്ഷേ പ്രിയ ദൈവ പൈതലേ, നിന്റെ കുടുംബത്തിൽ ഞെരുക്കമോ ദാരിദ്ര്യമോ ചില പ്രത്യേക തരത്തിലുള്ള സാമ്പത്തിക പരാധീനതയോ ഇപ്പോൾ കണ്ടുകൊണ്ടായിരിക്കാം നീ ചില കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാതെ വിസമ്മതിക്കുന്നത്. ഈ കുടുംബത്തിന് ദാരിദ്ര്യം അകറ്റാൻ വേണ്ടി ആയിരിക്കാം ദൈവം ചിലപ്പോൾ കുഞ്ഞിനെ നമുക്ക് അയച്ചു തരുന്നത്. അപ്പം അതുകൊണ്ട് ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളായിരിക്കാം ഒരുപക്ഷെ കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്നത്. ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളായിരിക്കാം ഒരുപക്ഷെ കുടുംബത്തിൽ രോഗികളായിരിക്കുന്നവരെ പരിചരിക്കാൻ പോകുന്നത്. ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളായിരിക്കാം ഒരുപക്ഷെ നിനക്ക് തന്നെ ഒരു അപകടമോ അനർത്ഥമോ രോഗമോ വരുമ്പോൾ നിന്നെ പരിചരിക്കാൻ ദൈവം മുൻകൂട്ടി ഒരുക്കി അയക്കുന്ന മാലാഖമാരായിരിക്കാം ഈ കുഞ്ഞുങ്ങൾ. നീ ഇന്ന് അവരെ തടയരുത്. ഇതാണ് ദൈവത്തിൻ്റെ വചനം പ്രബോധിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആരും ചിന്തിച്ച് വിഷമിക്കണ്ട. നമുക്ക് കയ്യും കണക്കും ഇല്ലെങ്കിലും ദൈവത്തിന് കയ്യും കണക്കുമുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ 127 അധ്യായത്തിൽ 3 മുതൽ തിരുവചനം പഠിപ്പിക്കുകയാണ്: ഉദരഫലം ഒരു സമ്മാനമാണ്. ഈ സമ്മാനം തരുന്ന ദൈവത്തിന് കൃത്യമായ കയ്യും കണക്കുമുണ്ട്. സ്റ്റേജിലിരിക്കുന്ന മുഴുവൻ സമ്മാന വിതരണത്തിന് വരുന്നയാൾ വാരി വാരി ഒരാൾക്ക് തന്നെ കൊടുക്കുകയല്ലല്ലോ. സമ്മാനം കൊടുക്കുമ്പോൾ നേരത്തെ തന്നെ പേരും അഡ്രസ്സും കൃത്യമായ നിശ്ചയവും ലിസ്റ്റും ഉണ്ടായിരിക്കും. അതനുസരിച്ച് ഓരോ വ്യക്തിക്കും അർഹതപ്പെട്ടത് മാത്രമേ ആ കുടുംബത്തിൽ കൊടുക്കുകയുള്ളൂ. ദൈവം മക്കളെ തരുന്നത് ദൈവത്തിന് സമ്മാനമായിട്ടാണ്. ദൈവം നേരത്തെ കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. ചില കുടുംബത്തിൽ 5, ചില കുടുംബത്തിൽ 7, ചില കുടുംബത്തിൽ 2, ചില കുടുംബത്തിൽ 1. ഈ ധ്യാന കേന്ദ്രത്തിൽ എത്രയോ ദമ്പതികൾ പ്രാർത്ഥിക്കുന്നു. അവരിൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ 2 കുട്ടികൾ ജനിച്ചു, പിന്നെ മക്കൾ ജനിക്കുന്നില്ല. 7 കുട്ടികളായി, ഇനി മക്കൾ ഉണ്ടാകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഒരു കുടുംബത്തിന് വേണ്ടി നിശ്ചയിച്ച അത്ര മക്കൾ ആ കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മക്കൾ ജനിക്കുകയില്ല. കാരണം ദൈവത്തിന് ഈ കാര്യത്തെക്കുറിച്ച് ഒരു നിശ്ചയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ മക്കളെ നോക്കാനുള്ള കഴിവും ദൈവം ആ കുടുംബത്തിന് ദൈവം പ്രദാനം ചെയ്യും. എല്ലാവരും ഇപ്പോൾ കരങ്ങൾ ഉയർത്തുക. ദൈവമേ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ. കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള തുറവി തരണമേ. ലോകത്തിൻ്റെ ദുരുപദേശമോ ലോകത്തിൻ്റെ അന്ധകാര സ്വാധീനമോ ഞങ്ങളുടെ കുടുംബങ്ങളെ ഗ്രസിച്ചിട്ടുണ്ടെങ്കിൽ, കുടുംബജീവിതത്തെ ഗ്രസിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ സമയം യേശുവിന്റെ നാമത്തിൽ അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങൾ ഇപ്പോൾ ഛിന്ന ഭിന്നമായി പോകട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഈ കുടുംബങ്ങളിൽ സമാധാനം കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ, ഈ കുടുംബങ്ങളിൽ ഉയർച്ച കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ, ഈ കുടുംബങ്ങളിൽ വലിയ ആത്മീയ അഭിവൃദ്ധി കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ, ഈ കുടുംബങ്ങൾ വലിയ സന്തോഷം കളിയാടാൻ തക്കവണ്ണം സന്തോഷത്തിൻ്റെ സമ്മാനമായി വരുന്ന കുഞ്ഞുങ്ങൾ, അവരെല്ലാം പിറക്കാൻ അവിടുന്ന് ഈ കുടുംബങ്ങളിൽ അഭിഷേകം ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ വേദനകളും ജീവിതത്തിൻ്റെതായ എല്ലാ ഭാരങ്ങളും തടസ്സങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഇരുകരങ്ങളും ഉയർത്തി യേശുവിൻ്റെ നാമത്തെ ഉറക്കെ വിളിക്കാം. യേശു നാമത്തിലാണ് അത്ഭുതങ്ങൾ. ഉറക്കെ വിളിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. മനസ്സ് തുറന്ന് വിളിക്കുക, ഹൃദയം തുറന്ന് യേശുവിൻ്റെ നാമത്തെ വിളിക്കുക. യേശുനാമത്തിൽ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. യേശുനാമത്തിൽ തടസ്സങ്ങൾ മാറട്ടെ. യേശുനാമത്തിൽ ജോലി തടസ്സങ്ങൾ മാറട്ടെ. യേശുനാമത്തിൽ കുടുംബ സമാധാനം ഉണ്ടാകട്ടെ. യേശുനാമത്തിൽ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകട്ടെ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, മാറാനാത്ത.
Jesus.